കേരളം മുടിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കേരളം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്ന ഒരാൾ ശിക്ഷ ഇവിടെ വരണം. എന്നാലും അതെ കൈവെട്ടണം കാലുവെട്ടണം അതിനെ ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? ഒരിക്കലും ആ കുട്ടികളെ പരിശീലിക്കരുത്. ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം കുട്ടികൾക്ക്. 15 ബാലനിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത്തെ ചൂരവടി കൊടുക്കണം. ടീച്ചർമാരുടെ കൈ ചൂരവടി വേണം. അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. ഈ അധ്യാപിക ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവർ പറഞ്ഞത് എത്ര കൃത്യമാണെന്ന് നോക്കിയേ. ഒരുപാട് കാലം അധ്യാപിക ആയതുകൊണ്ട് വിദ്യാർത്ഥികളിൽ വരുന്ന മാറ്റങ്ങളെ നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് മനസ്സിലാവും. അധ്യാപകർക്ക് കുട്ടികളെ ഉപദേശിക്കാനും ശിക്ഷിക്കാനും ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞതു മുതൽ നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥി ആക്രമണങ്ങളും മറ്റും സ്ഥിരമാണ്. വിദ്യാർത്ഥികളെ തല്ലിയാൽ, ചോദ്യം ചെയ്താൽ, ഒന്ന് കണ്ണുരുട്ടിയാൽ വരെ ജയിലിൽ കിടക്കേണ്ട നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കി വിദ്യാർത്ഥികൾക്ക് സാഹചര്യമുണ്ടാക്കി കൊടുത്തതൊക്കെ ഇതിന് കാരണങ്ങളാണ്. ഈ ടീച്ചർ പറഞ്ഞ പോലെ ഗൾഫിലെയൊക്കെ നിയമങ്ങളാണ് ഇവിടെ വരേണ്ടത്. ജനങ്ങൾക്ക് പേടിയുള്ള, ജാതിയും മതവും ലിംഗവും നോക്കാതെയുള്ള നിയമങ്ങൾ വരണം. പരീക്ഷകളിൽ കോപ്പി അടിച്ചവനെ 3-4 വർഷം ഡീബാർ ചെയ്ത് പരീക്ഷകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന നമ്മുടെ നാട്ടിലാണ് ഒരുത്തനെ തല്ലിക്കൊന്നവർക്ക് പോലീസ് പ്രൊട്ടക്ഷനിൽ എക്സാം എഴുതുന്നത്. ബാലനിയമങ്ങളിൽ പരിഷ്കരണം വരണം. പഴയ പോലെ ചൂരലുമായി വരുന്ന അധ്യാപകരും മാതാപിതാക്കളും ഉണർന്നില്ലെങ്കിൽ ഇനിയും തല്ലും കൊലയും ലഹരിയും വഴക്കും റാഗിങ്ങും ഒക്കെയായി നമ്മുടെ ക്യാമ്പസുകൾ വളരും.